നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന T20 വേൾഡ് കപ്പിന് 2 ടീമുകൾ കൂടി ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് 2 ടീമുകൾ, നമീബിയയും സിംബാബ്വേയുമാണ് ആഫ്രിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സെമി ഫൈനൽ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. ഇന്ന് നടന്ന മത്സരത്തിൽ കെനിയയെയാണ് സിംബാബ്വെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കെനിയ നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 122 റൺസ് അടിച്ചപ്പോൾ 15 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ സിംബാബ്വെ ആ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ ടാൻസാനിയയെ നമീബിയ 63 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 174 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ ടാൻസാനിയ 111 റൺസാണ് 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിലെടുത്തത്. അങ്ങനെ 63 റൺസിന്റെ വിജയം നേടിക്കൊണ്ട് നമീബിയയും ഇതാ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 17 ടീമുകൾ അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയറിൽ 3 ടീമുകൾ കൂടി യോഗ്യത നേടി വരാനുണ്ട്. ബാക്കി എല്ലാ ടീമുകളും ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയ ടീമുകൾ, T20 വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയ ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോസ്റ്റുമാരായിട്ട് ഇന്ത്യയും ശ്രീലങ്കയും യോഗ്യത ഉറപ്പാക്കി. പിന്നെ 2024 T20 വേൾഡ് കപ്പിലെ റാങ്കിംഗ് അനുസരിച്ച്, സ്ഥാനം അനുസരിച്ച് യോഗ്യത ഉറപ്പാക്കിയവർ അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, USA, വെസ്റ്റ് ഇൻഡീസ്. ഇവർ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സ്ഥാനം അനുസരിച്ച് 2026 വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയവരാണ്. ICC T20 ടീം റാങ്കിംഗ് വഴി 3 ടീമുകൾ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയത് അയർലൻഡും ന്യൂസിലാൻഡും പാകിസ്ഥാനുമായിരുന്നു. ഇനി റീജിയണൽ ക്വാളിഫയേഴ്സ് വഴി ഇപ്പോൾ കാനഡ, ഇറ്റലി, നെതർലൻഡ്സ്, നമീബിയ, സിംബാബ്വെ ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയറിലൂടെ 3 ടീമുകൾ കൂടി യോഗ്യത ഉറപ്പാക്കും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് T20 വേൾഡ് കപ്പ് നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.